നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഓണത്തിൻ്റെ തിരുവോണ ബമ്പറടിച്ച ജയപാലൻ ചേട്ടൻ്റെ വീടിന് മുന്നിലാണ്. മരടിന് ഒരു സ്വന്തം കോടിപതി. നിരവധി തവണ ലോട്ടറി എടുത്തിട്ടും ജയപാലൻ ചേട്ടന് കോടിപതിയാകാൻ സാധിച്ചിട്ടില്ല. ഇതാ മരടിൽ നിന്നും ആദ്യമായിട്ട് ഒരു കോടിപതി. നമുക്ക് ജയപാലൻ ചേട്ടനായിട്ടൊന്ന് സംസാരിക്കാം. അതോടൊപ്പം തന്നെ ഈ ഡിവിഷൻ കൗൺസിലറായ ശ്രീമതി ജെയിനി വീട്ടുമായിട്ട് നമുക്ക് സംസാരിക്കാം. ഇന്നലെ വൈകിട്ട് അറിഞ്ഞത് ഒരു 7 മണി കഴിഞ്ഞ ശേഷം വാർത്ത വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ലോട്ടറി അടിച്ചെന്ന്. നമ്പർ കണ്ടപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്ത് നോക്കിയപ്പോൾ അടിച്ചെന്ന് മനസ്സിലായി. അങ്ങനെ തന്നെ ഞങ്ങൾ വെക്ക് ചെയ്തത്. നേരെ ഇന്ന് രാവിലെ ഞാൻ ആദ്യമേ എൻ്റെ ഭാര്യയുടെ ഭാര്യ ഉണ്ടായില്ല, ഭാര്യയ്ക്ക് നൈറ്റാണ് ജോലി. അപ്പോൾ ഞാൻ ഭാര്യനെ തൃപ്പൂണിത്തുറ പോയിട്ട് കൊണ്ടുവന്ന് മഞ്ഞ ഒഴിക്കാൻ പറയും. എനിക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട് കേട്ടാന്ന് പറഞ്ഞു. ഇവിടെ ഒന്ന് കാര്യം പറഞ്ഞപ്പോൾ പെൺപിള്ളെ ഭാര്യനെ കാണിച്ചപ്പോൾ ഭാര്യയ്ക്ക് മനസ്സിലായി. പിന്നെ മോൻ നൈറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ മോനെയും കാണിച്ചു. അപ്പം പിന്നെ ഞങ്ങൾ നേരെ 11 മണിയായപ്പോൾ ബാങ്കിലേക്ക് പോയി. എല്ലാവരും അപ്പോൾ ടിക്കറ്റിൻ്റെ മറുപുറത്ത് എഴുതിയിട്ടുണ്ടല്ലോ ഇന്ന രേഖകൾ വേണമെന്ന്. ആ രേഖകളായിട്ട് ഞങ്ങൾ നേരെ ബാങ്കിലേക്ക് പോയി. അപ്പോൾ ഇവിടെ വാർത്തയിൽ പലതും പറയണ്ട, അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമ്മൾ രേഖാപരമായിട്ടുള്ള ടിക്കറ്റ് കൊണ്ട് ബാങ്കിൽ ഇത് ആൾക്കാർ പുറകെ വരാണ്ടിരിക്കാനാണ് നമ്മൾ ആരോടും പറയാഞ്ഞത്. ഇന്ന് വൈകിട്ട് മാനേജർ പറഞ്ഞു ഇനി ആരോടും പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ പുറത്ത് പറയുന്നത്, സ്വന്തക്കാരോടൊക്കെ പറയുന്നത് ഇങ്ങനെ എനിക്ക് ലോട്ടറി അടിച്ചെന്നു. 3 പെൺമക്കളെ നമുക്ക് അവകാശം കൊടുത്തിട്ട് അവകാശം അവൻ തരും ഞാൻ ചത്തുപോയെങ്കിൽ അവനോട് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് തരാനും ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞത്. പക്ഷെ എനിക്കപ്പോൾ വിശ്വാസമായിരുന്നില്ല. പിന്നെ ഞാൻ അത് ലോട്ടറി എടുത്ത് പേപ്പറും കൂടെ ക്രോസ് ചെയ്തൊക്കെ നോക്കി എന്നിട്ടാണ് ഉറപ്പിച്ചത്. സ്ഥിരമായിട്ട് ലോട്ടറി ആയിട്ടുള്ള ഒരു ഇതില്ല, എന്നാലും എടുക്കും. എല്ലാ മെമ്പറും എടുക്കും. സന്തോഷം തോന്നുന്നു. ഒരുപാട് അഭ്യൂഹങ്ങളായിരുന്നു ഈ 1ാം സമ്മാനം ഓണം ബമ്പർ 12 കോടി ആർക്ക് എന്നുള്ളതിനെക്കുറിച്ച്. അതിൽ പലരും പല വാദഗതികളായിട്ട് വന്നെങ്കിലും അവസാനം അത് മരടിൻ്റെ ഈ മണ്ണിലേക്ക് തന്നെയാണല്ലോ ആ 12 കോടി എത്തിയത് എന്നറിയുമ്പോഴേക്കും ഒത്തിരി സന്തോഷം, അതിയായ സന്തോഷം തോന്നുന്നു. അതിനേക്കാൾ ഉപരി ആ 12 കോടിക്ക് അർഹനായ ശ്രീമാൻ ജയപാലൻ PR എന്ന വ്യക്തി എൻ്റെ ഡിവിഷനിലെ 21ാം ഡിവിഷനിലെ സ്ഥിര താമസക്കാരനാണ്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷവതിയാക്കുന്നത്. മരടിലെ കോടിപതി കണ്ണൻ എന്ന് വിളിക്കുന്ന ജയപാലൻ ചേട്ടൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു. ജയപാലൻ ചേട്ടൻ്റെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ്റെയും അമ്മയുടെയും കൂടെ ഈ ഡിവിഷൻ കൗൺസിലറായ ജെയിനി പീറ്ററിൻ്റെയും നമ്മൾ വിശേഷങ്ങൾ പങ്കുവച്ചു. മറ്റൊരു വിശേഷം നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചിക്ക് വേണ്ടി മരടിൽ നിന്നും സുബീഷ് ലാൽ, നെട്ടൂർ.